ഞാനിവിടെ ഉണ്ട്. നീ പേടിച്ച് കവുങ്ങിന്റെ മണ്ടേ കയറിക്കാണ്. പോടാ, എന്റെ പട്ടി പേടിക്കും. ഒന്ന് ആടാണ്ടിരിക്കുക കവുങ്ങ്. അവന്മാര് പേടിക്കും ഞാൻ പേടിച്ച് പറിക്കുന്നതാണ്. എന്റെ തളപ്പ് താഴേക്ക് വീണുപോയി. ധൈര്യം ഉണ്ടെങ്കിൽ നീ അതിന് മേലേക്ക് എറിഞ്ഞ് താടാ. എന്താ നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങളെക്കാളൊക്കെ വളരെ മേലെയാണ് ഞാനെന്ന്. നീ മേലെ തന്നെ ഇരുന്നോടാ. ഒന്ന് അറിയിച്ചിട്ട് പോവാ വന്നതാ. കാലം കുറെ ആയല്ലോ ഞങ്ങളുടെ മുതൽ വെട്ടിത്തിനാ തുടങ്ങിയിട്ട്. ഇനി നിർത്തിക്കോ. 3 മാസം കൂടിയേ ഉള്ളൂ. കോടതി ഉത്തരവ് കിട്ടിയാൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതെല്ലാം. പിന്നെ എങ്ങാനും ഇതേ തൊടാ വന്നാൽ വെട്ടി നുറുക്കും ഞങ്ങള്. നീ അങ്ങ് പുളുത്തും. ഇനി 3 മാസമില്ല അനന്താ. നമുക്ക് കാണാം. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്റെ പട്ടി വരും. ആണാണെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വാടാ. നിന്റെയൊക്കെ കടം ഞാൻ ഹരിക്ക് മാറ്റി വെച്ചിരിക്കുക. അത് അവൻ തന്നെ തീർത്തോളൂ. നിന്റെ ഹരി തിരിച്ചു വരില്ല. ഇനി വന്നാലും നീ ഒന്നും കാണാനും പോണില്ല. ഇല്ലെങ്കിൽ കാക്ക മലന്ന് പറക്കണം. ഹരി തിരിച്ചു വരും. കാക്ക മലന്ന് പറക്കുകയും ചെയ്യും. നീ ഇങ്ങോട്ട് ഇറങ്ങി വേടാ. ഓ, നിന്നെ ഞാനല്ലേ ആദ്യം വിളിച്ചത്. ലേഡീസ് ഫസ്റ്റ്. നീ ആദ്യം കയറി വാടി. ചേട്ടാ, വൈകുന്നേരം വരെ നിന്നാലും വരും തോന്നല്ലേ? നമുക്ക് പോയാലോ? നീ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ. നിന്നെ ഞാൻ എടുത്തോളാം. എടുക്കണേ. പതുക്കെ ഇറങ്ങാം. ഞാൻ അവന്റെ അമ്മൂമ്മയുടെ തിരുവാതിര കളിക്ക് പൂക്കുലവട്ടം കയറിയതാ. കിട്ടിയില്ല. അല്ല പിന്നെ. പക്ഷെ വന്നപ്പോഴേക്കും അമ്മ രക്ഷപ്പെട്ടോളൂ. അല്ലല്ലോ അനിക്കൂലാണോ അമ്മമാരുടെ കളി? അയ്യോ ഇവര് പോയില്ലേ? പോയില്ലേ? വെറുതെ ഇരുന്നില്ലേ? ഒന്ന് വേഗം ആവട്ടെ അച്ചു. അനിക്കുട്ടന് വിശക്കണുണ്ടാവും. ഒന്ന് ബഹളം വെക്കാതിരി അച്ഛമ്മേ. അനിയേട്ടൻ ടിവിയുടെ മുമ്പിൽ നിന്ന് എണീക്കണമെങ്കിൽ 10 മണിയെങ്കിലാവും. അച്ചു, നീ ഇങ്ങോട്ട് വന്നേ. ദേ നമ്മുടെ ഹരി. എവിടെ? ടിവിയില് ഞാനൊന്ന് കൈ കഴുകിട്ട് വരാം. വരാൻ. നീ കൈ കഴുകി പൊട്ടുന്നോട്ട് വരുമ്പോഴേക്കും അവനങ്ങ് പോകും. വേഗം നടക്കും. ഇന്നിപ്പോ ടിവിയിലാ. ഈ മാസത്തെ എത്രാമത്തെ കണ്ടെത്തല അനിയേട്ട ഹരിയേട്ടനെ? ഇതങ്ങനെയല്ല, നീ ഒന്ന് കാണ്. ഈ പഞ്ചാബിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊന്നിൽ ഒരു കൊച്ചു കേരളം തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയോ? ഇത് നമ്മുടെ സുബേദയുടെ ലാത്തി ചാർജ് അല്ലേ? ഞാൻ കാണാറുള്ളതാ. അതല്ലടി, നീ നോക്ക്. മലയാളം സംസാരിക്കുന്ന, അതുപോലെ മലയാളികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന, ഈവൻ മലയാളം മാതൃഭാഷയായിട്ടുള്ള ഒരു സ്കൂൾ വരെയുള്ള ഈ ഗ്രാമത്തിന്റെ പേര് മല്ലു സ്ട്രീറ്റ് എന്നാണ്. ശരിക്കും ഈ മല്ലു സ്ട്രീറ്റിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ തന്നെയുണ്ട്. 1984 ഇന്ദിരാജി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ ഒട്ടുക്ക് ഒരുപാട് കലാപങ്ങളുണ്ടായി. അതിന്റെ ചുവട് പിടിച്ച് നമ്മുടെ കേരളത്തിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായി. അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പലായനം ചെയ്ത കുറെ സിഖുകാരും അവരുടെ ആശ്രിതരും അതേപോലെ സഹായികളും ഇവരെല്ലാവരും കൂടെ കുടിയേറി പാർത്ത ഈ സ്ഥലമാണ് മല്ലു സ്ട്രീറ്റ്.